ഇതേപോലെ ഫ്രാങ്ക്ലൈനെ ദൂരത്തേക്ക് പറന്ന് പോലെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അതേപോലെ ഈ ന്യൂ ട്രെയിൻ നമ്മളെ ഗെയിമിലേക്ക് എങ്ങനെ ആഡ് ചെയ്ത് പറഞ്ഞ് നമുക്ക് കളറൊക്കെ മാറ്റാനുള്ള പറ്റണേക്കാരം. അതേപോലെ തന്നെ ന്യൂ ക്യാരക്ടർ നമ്മളെ ഗെയിമിലേക്ക് ആഡ് ചെയ്യണം. അപ്പൊ ഇതാണ് നമ്മളെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അത് കുറെ യൂട്യൂബേഴ്സ് കണ്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ മോളിനെ ഇങ്ങനെ കുതിർന്ന് ട്രൈ ചെയ്യാന്ന് പറയാം. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ മോളിനാണ് ട്രൈ ചെയ്യണേ. അപ്പൊ നേരെ വീഡിയോ എല്ലാവർക്കും സോ അപ്പൊ നമുക്ക് മിഞ്ഞാന്ന് ഒരു അപ്ഡേറ്റ് വന്ന അപ്ഡേറ്റിലേക്ക് വന്ന സാധനം കാര്യങ്ങളൊക്കെയാണ് ഇത്. അപ്പൊ അപ്ഡേറ്റ് വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിരിക്കണം. അപ്പൊ കുറെ ആൾക്കാർ ആ വീഡിയോ കാണാത്തുണ്ട്. ആ വീഡിയോ കാണാം. അപ്പൊ ഇതിന് ചീപ്പ് കോഡ് വരുന്നത് 21 21 കോൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ വണ്ടി കിട്ടണേക്കും. അപ്പൊ ഈ വണ്ടിന്റെ പേര് നിങ്ങൾക്ക് അറിയാം, താഴെ കമന്റ് മാർക്ക്. അപ്പൊ ഈ വണ്ടി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തേനെ. അപ്പൊ വീഡിയോ കുറെ ആൾക്കാർ കാണാത്തുണ്ട്. ആ വീഡിയോ ചെക്കൗട്ട് ചെയ്യണേ. അപ്പൊ അപ്ഡേറ്റിലേക്ക് വന്ന കുറെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റിലേക്ക് വന്ന അതൊക്കെ ഞാൻ വീഡിയോ കൂടെ പറഞ്ഞു തന്നെയാണ്. അപ്പൊ ഇത് രണ്ടാണ് അപ്ഡേറ്റിലേക്ക് വന്നത്. അപ്പൊ ഇതിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ കൂടെ പറഞ്ഞിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് അത് അപ്ഡേറ്റിൽ വന്ന് ഇഷ്ടപ്പെട്ട താഴെ കമന്റിൽ മാർക്ക് ചെയ്യാം. അപ്പൊ വീഡിയോ കുറെ ആൾക്കാർ എപ്പോഴും കാണാത്തുണ്ട്. അപ്പൊ അതിൽ കറണ്ട് സപ്പോർട്ട് തരാം. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ട്രിക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് നേരെ മൊബൈൽ ഫോൺ എടുത്താണ്ട് 7000 കോൾ ചെയ്യും. അപ്പൊ അങ്ങനെ കോൾ ചെയ്തിട്ട് അപ്പൊ ഒരു ബൈക്കും കാര്യങ്ങളൊക്കെ വരുന്നേക്കാരം. അപ്പൊ ഈ ബൈക്കിന്റെ പേര് അറിഞ്ഞ് താഴെ കമന്റ് ചെയ്യുക. ഇൻഫിലത്ത് ഓൺ ആക്കിയാണ് മൂൺ ഗ്രാവിറ്റിന്റെ ചിപ്പ് കോഡ് അടിച്ചു. അപ്പൊ ഞാൻ എല്ലോ അടിച്ചു വന്നിട്ട് നേരെ നമുക്ക് വണ്ടി കയറാം. വണ്ടി കയറി ഞാൻ ചെയ്യണമായി തന്നെ ചെയ്യാൻ നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് നേരെ ഫസ്റ്റ് മുന്നോട്ട് കിട്ടാം. ഞാൻ മുന്നോട്ട് കിട്ടാണ് ബ്രേക്ക് പിടിച്ചവർക്ക് ബ്രേക്ക് പിടിച്ചാണ്ട് നേരെ ഒന്നും കാട്ടാതെ നമുക്ക് നേരെ ബാക്കോട്ട് ആക്കാം. ഞാൻ ബ്രേക്ക് പിടിച്ചാൽ നേരെ ബാക്കോട്ടേക്ക് വണ്ടി ആക്കണം. ബാക്കോട്ടേക്ക് ആക്കാൻ സ്പീഡ് ആക്കാൻ നോക്കാം. എന്നിട്ട് ബ്രേക്ക് പിടിച്ചാൽ നമ്മൾ പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ടതാണ്. അപ്പൊ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതേപോലെ നമ്മൾ തൂറ്റി പോണേക്കാം. നമുക്ക് എത്ര ദൂരം തൂറ്റി പോകാൻ പറ്റും. ബിൽഡിംഗ് ഉണ്ടായിട്ട് ഇവിടെ തീർച്ച നിന്നത്. അപ്പൊ നിങ്ങൾ ആ ബിൽഡിംഗ് ഒന്നും നമ്മൾ നേരെ പോണേക്കാം. ഇൻട്രോയിൽ കാണിച്ചെന്ന പോലെ തന്നെ നേരെ പോണേക്കാം. അത് ഇൻട്രോ അതിനായിട്ട് എടുത്തതാണ്. അപ്പൊ ഇതേപോലെ നമുക്ക് താഴത്തേക്ക് ഇതേപോലെ ഇറങ്ങി വരുന്നതാണ്. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ടത്. ട്രൈ ചെയ്തിട്ട് ഇതേപോലെ വർക്ക് ആവാൻ നോക്കാം. ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം. കുറെ പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് താഴെ കമന്റ് ചെയ്യാം. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് എനിക്ക് വർക്ക് ആയിട്ടില്ല. അപ്പൊ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഞാൻ ബൈക്ക് വിളിച്ചിട്ട് അപ്പൊ ആദ്യത്തെ ഗേൾഫ്രണ്ട് ചീപ്പ് കോഡൊക്കെ ഓൺ ആക്കിയാണ്. പിന്നെ കുഴപ്പമില്ല. ഞാൻ അതേപോലെ ചെയ്ത് കാണിച്ചു തരാം. മനസ്സിലാവാത്തവർക്ക് ഒന്നുകൂടെ നോക്കാം. ഞാൻ മുന്നോട്ട് നേരെ ബ്രേക്ക് പിടിച്ചാൽ ബാക്കോട്ടേ ആക്കി. എന്നിട്ട് അപ്പത്തിന് നമുക്ക് നേരെ ഓപ്ഷനിൽ ഇറങ്ങേണ്ടത്. ബൈക്ക് നേരെ ഇറങ്ങുമ്പോൾ തന്നെ പോകുന്നതേക്കാരം. അപ്പൊ തെറിച്ച് പോകുന്ന സ്പീഡ് കാണിച്ചു തരുന്നുള്ളൂ. അപ്പൊ അടുത്ത് നമുക്ക് നേരെ 200 ചീപ്പ് കോഡ് അടിച്ചപ്പോൾ കുതിരനെ കിട്ടുന്നേക്കാരം. അപ്പൊ അടുത്ത് നമ്മൾ കുതിരനെ ഏറ്റവും കാണിച്ചാൽ പോണത്. അല്ലെങ്കിൽ കുതിരനെ അടിച്ചിട്ട് നമുക്ക് നേരെ ഓൺ കാവറ്റി ചീപ്പ് കോഡ് ഓൺ ആക്കേണ്ടി വരും. നമുക്ക് നേരെ ഓൺ ആക്കിയാണ് നേരെ കുതിരനെ മുകളിൽ കയറാം. അപ്പൊ ഇത് ഇൻഫ്ലുവൻസ് ഓൺ ആക്കുന്ന നിർബന്ധമൊന്നുമില്ല. ഓൺ ആക്കുന്നവർക്ക് ഓൺ ആക്കാം. അപ്പൊ ഞാൻ ഓൺ ഗ്രാവിറ്റിയും ചീപ്പ് കോഡ് ഓൺ ആക്കി. എന്നിട്ട് നേരെ നമ്മൾ ഏതെങ്കിലും വണ്ടി ഉണ്ടാവും മുന്നിൽ, വണ്ടി ബൈക്കോ നമ്മളെ സിറ്റിയിൽ അതാണ് വണ്ടി തന്നെ വണ്ടിയുടെ നേരെ മുന്നിൽ കൂടെ കയറാൻ നോക്കേണ്ടി. അവിടെ മുന്നിൽ കുറച്ച് വണ്ടി ബ്ലോക്ക് ആയി കിടക്കണം. അപ്പൊ നമുക്ക് നേരെ ബാക്കൂടെ കയറാൻ പറ്റുമോ നോക്കാം. അപ്പൊ അത്ര ഊക്കിൽ പോയിട്ടില്ല. ഏകദേശം നമുക്ക് പൊന്തി കിട്ടില്ല. അപ്പൊ ഇതേപോലെ തന്നെ നമ്മൾ മുൻ ഗ്രാവിറ്റിന്റെ മുകളിൽ നിൽക്കണേക്കാം. അപ്പൊ കുറച്ച് നേരം നിൽക്കുള്ളൂ. നമ്മൾ ഇങ്ങനെ മണ്ടിനനുസരിച്ച് ഞാൻ താഴത്തോട്ട് ഇറങ്ങി വരുന്നത് നമുക്ക് തോന്നുന്നുണ്ടാകും. അപ്പൊ താഴത്തോട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ കുറെ നേരം ഒന്നും നിൽക്കൂല. നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യണനുസരിച്ച് താഴത്തോട്ട് ഒരു ക്യാരക്ടറൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് തെറിപ്പിച്ചാനൊക്കെ പറ്റുന്നേക്കാം. അപ്പൊ ഞാൻ തെറിപ്പിച്ചിട്ട് അപ്പൊ നമുക്ക് ഒരു വണ്ടിയിലൂടെ കിട്ടുള്ളൂ. അല്ലെ ഇവിടെ കുറച്ച് ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്. പോലെ തെറിപ്പിച്ച് കാണിച്ചത്. അപ്പൊ അതേപോലെ നമുക്ക് തെറിപ്പിച്ചാനൊക്കെ പറ്റുന്നേക്കാം. അതേപോലെ തന്നെ വണ്ടിയൊക്കെ നമുക്ക് ഇതിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ കയറിയാണ്ട് മുൻ ഗ്രാവിറ്റിന്റെ മുകളിൽ കുതിരനായിട്ട് നമുക്ക് ഇങ്ങനെ ആക്കാൻ പറ്റുന്നേക്കാം. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ആയ കമന്റ് എനിക്ക് മാർക്ക്. പിന്നെ കുറെ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് കാണും. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരങ്ങൾ. കുറെ ആൾക്കാർ ലൈക്കും ചെയ്ത് കാണണ്ടേ. അപ്പൊ നമുക്ക് ഒരു വണ്ടിന്റെ മുകളിൽ കിട്ടിയപ്പോൾ അതായത് ഏകദേശം അതിനെക്കാട്ടൊക്കെ പൊന്തിയാണ് തോന്നുന്നത്. പക്ഷെ നമ്മളിങ്ങനെ കുറെ വോട്ട് താന്ന് പോകും. നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും താന്ന് പോകണ്ടേ. അതൊന്നും കുഴപ്പമില്ല. ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കണ്ടേ. അപ്പൊ നമുക്ക് നേരെ അടുത്ത എന്താ ഞാൻ ഡീറ്റെയിൽ പറഞ്ഞത്. അപ്പൊ അടുത്തതായി ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ആഡ് ആക്കേണ്ടേ. അപ്പൊ നിങ്ങൾ കുറെ ഇത് നമ്മളെ ഗെയിമിലേക്ക് വന്ന ട്രെയിനിങ് കാര്യങ്ങളൊന്നും നമ്മളെ ഗെയിം കോപ്പി അടിച്ച ഒരു ഗെയിം ഉണ്ടാക്കി ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു. കുറെ മുന്നേ ഞാൻ പറഞ്ഞു ആ റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നിങ്ങൾക്ക് എടുക്കേണ്ടത് ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ഇവിടെ കൊടുക്കുക കമന്റ് ബോക്സിൽ കൊടുക്കുക. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ആ ഗെയിം എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. അപ്പൊ ഇനി ഞാൻ ഇൻസ്റ്റാൾ ചെയ്യണം പറയാം. നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഇല്ലാത്തൊരു ഗെയിമും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടു. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ആ ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പൊ അടിപൊളി ഗെയിമും കാര്യങ്ങളും നമ്മളെ ഗെയിമിന്റെ മായി തന്നെയാണ് ഗെയിം. കുറച്ച് നമ്മളെ ഗെയിമിൽ ഇല്ലാത്ത ഫീച്ചറും കാര്യങ്ങളൊക്കെ ആ ഗെയിമിൽ തന്നെ ഉണ്ട്. ഈ ട്രെയിനൊക്കെ ആവശ്യമുള്ള ആ ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് കളിച്ചു നോക്കണ്ടേ. അപ്പൊ ഞാൻ ട്രെയിനിന്റെ ഉള്ളിൽ കയറിയിട്ട് എന്തെങ്കിലും കാണിച്ചു തരാം. നമ്മളെ ഗെയിമിന്റെ ഡ്രൈവേ സ്റ്റേഷൻ ഈ ഗെയിമിന്റെ ഡ്രൈവേ സ്റ്റേഷൻ കുറച്ച് വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതെന്താ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മളെ ഗെയിമിന്റെ ഡ്രൈവേ സ്റ്റേഷൻ നമുക്ക് ക്യാമറകൾ മാറ്റാൻ പറ്റും. പക്ഷേ ഇതിൽ മാറ്റാൻ പറ്റില്ല. നമുക്ക് ക്യാമറകൾ ഇത് രണ്ടെണ്ണം ഉള്ളൂ. അപ്പൊ നമുക്ക് നേരെ നമുക്ക് ഇറങ്ങി നോക്കി. ഇറങ്ങുമ്പോൾ കുറച്ച് വ്യത്യാസം കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ നേരെ ഇറങ്ങി. അപ്പൊ നമ്മൾ ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ചാൽ കാണാം. നമ്മൾ ഇറങ്ങുമ്പോൾ ട്രെയിൻ നിൽക്കുന്നിടത്ത് പക്ഷെ നിൽക്കാതെ പോകുന്നുണ്ട്. ട്രെയിൻ കുറച്ചേ കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ നമ്മളെ ഗെയിമിൽ നോക്കി നോക്കാം. നമ്മളെ ഗെയിമിൽ ഇതേപോലെയാണ് വർക്ക് ചെയ്ത് നമുക്ക് നോക്കാം. നേരെ നമ്മളെ ഗെയിമിലേക്ക് വന്നപ്പോ നമ്മൾ ട്രെയിൻ നിർത്തുന്ന പൊസിഷനിലൊന്നല്ല നമ്മളെ ട്രെയിൻ നിൽക്കണം. നമുക്ക് നേരെ ഉണ്ണിക്കൊക്കെ വന്നിങ്ങനെ. അപ്പൊ ഞാൻ എന്തായാലും കാണിച്ചു തരാൻ വെച്ച് കാണിച്ചു തന്നെ. അപ്പൊ ഞാൻ ട്രെയിനിന്റെ മുകളിൽ കയറിയിട്ട് നേരെ എന്തായാലും കാണിച്ചു തരാം. അപ്പൊ ട്രെയിനെ ഉണ്ണിയെത്തിന്. അപ്പൊ ഞാൻ ഉള്ളിൽ കയറി. അപ്പൊ ഉള്ളിൽ കയറുന്ന പൊസിഷനൊക്കെ അതേപോലെ തന്നെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് നേരെ ഇതിന്റെ ക്യാമറ ആംഗിൾ നമുക്ക് ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റുന്നേക്കാം. നമുക്ക് നേരെ നീക്കാനൊക്കെ പറ്റുന്നേക്കാം. പക്ഷെ അതിന്റെ പറ്റുന്നല്ലേക്കാം. അപ്പൊ എന്തായാലും നമുക്ക് നേരെ സ്പീഡ് ഞാൻ കാണിച്ചു. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഇറങ്ങാൻ നോക്കാം. അപ്പൊ പെട്ടെന്ന് ഇറങ്ങുമ്പോൾ നമ്മളെ മായി തന്നെ ട്രെയിൻ അവിടെ സ്റ്റോപ്പ് ചെയ്യണേക്കാം. പക്ഷെ മറ്റേ ഗെയിമിൽ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാതെ പോണേക്കാം. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവുന്നേക്കാം. നമ്മളെ ഗെയിം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നീക്കലൊന്നും ഉണ്ട്. പക്ഷെ നമ്മളെ മറ്റേ ഗെയിമിൽ അങ്ങനെയല്ലേ
കാണിച്ചെന്ന ഗെയിമിൽ അങ്ങനെയല്ല വന്നത്. നമ്മൾ ഇറങ്ങി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് കുടിച്ച് നിൽക്കണം. പക്ഷെ ഇതല്ല, നമ്മൾ ഇറങ്ങലും ബ്രേക്ക് കുടിച്ചാലും സെയിം ആയിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏത് ട്രെയിനർ ഇഷ്ടപ്പെടുത്തായ കമന്റ് ഒരിക്കലും മറക്കാം. പിന്നെ നിങ്ങൾ കുറെ യൂട്യൂബേഴ്സിന്റെ വീഡിയോ കണ്ടിട്ട് നമ്മൾ പുതിയ ക്യാരക്ടേഴ്സ് ഒക്കെ വരുന്നുണ്ട് പറഞ്ഞു. അപ്പൊ ഈ ക്യാരക്ടേഴ്സ് ആണ് ഒന്ന് വരുന്നത്. പക്ഷെ ഇത് ഈ ഗെയിമിലത്തെ ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും ഗെയിമിൽ ആടാവുന്നില്ല, ഈ ഗെയിമത്തെ ക്യാരക്ടേഴ്സും കാര്യങ്ങളാണ്. അപ്പൊ ദൂരത്തെ ക്യാരക്ടർ ഉണ്ട്. അപ്പൊ ഈ ക്യാരക്ടറാണ് നമുക്ക് എല്ലാവരും ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. ശരിക്കും നമ്മളെ ഗെയിമിലേക്ക് ക്യാരക്ടേഴ്സ് ഒന്നും ആടിയിട്ടില്ല. പക്ഷേ ഈ ക്യാരക്ടർ ഈ ഗെയിമത്തെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നമ്മളെ ഗെയിമത്തെ ക്യാരക്ടർ തന്നെയാണ് ഇത്. പക്ഷേ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, ഈ ട്രെയിനിന്റെ കളർ ചേഞ്ച് ചെയ്ത പോലെ തന്നെ ഈ ഡ്രസ്സിന്റെ കളർ ചേഞ്ച് ചെയ്തു എന്നുള്ള. അപ്പൊ ക്യാരക്ടേഴ്സ് ഒന്നും മാറിയിട്ടില്ല. അപ്പൊ കുറെ യൂട്യൂബേഴ്സ് ഒക്കെ ഈ വീഡിയോ എടുത്താണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഗെയിം ഇൻസ്റ്റാൾ ചെയ്യാൻ താല്പര്യം ഉണ്ട്, കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുക്കാതെ കണ്ടുകാണ്ട് ഡൗൺലോഡ് ചെയ്ത് കളിച്ചോ. അടിപൊളി ഗെയിം. അപ്പൊ നെക്സ്റ്റ് അല്ലേ